പ്രതിഭ, നീ ശരിക്കും ആലോചിച്ചിട്ട് തന്നെയാണോ ഇങ്ങനൊരു തീരുമാനം എടുത്തേ? ഇതൊക്കെ വലിയ റിസ്ക്. എന്ത് റിസ്ക്? തുടക്കമല്ലേ മീന്. എടി, നീ ഒന്ന് ഹെൽപ്പ് ചെയ്യേ. ഞാൻ എൻ്റെ പ്രശ്നങ്ങൾ നിന്നോട് പറഞ്ഞതായിരുന്നല്ലോ. പ്രതിഭ, എനിക്ക് മനസ്സിലായി. പക്ഷേ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഒരു മെഡിസിനും കൊടുക്കരുതെന്ന്. അതൊക്കെ എനിക്കറിയാം. നീ എൻ്റെ ഫ്രണ്ട് ആയതുകൊണ്ടല്ലേ ഞാൻ ചോദിച്ചത്. നീ എന്നെ ഒന്ന് സഹായിക്കണം പ്ലീസ്. ശരി, എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടാവാതിരുന്നാ മതി. എത്രയാ? കാശൊന്നും വേണ്ട. 4 ടാബ്ലറ്റ് ഉണ്ട്. രാവിലെയും രാത്രി ഓരോന്ന് കഴിക്കാം. അപ്പൊ തന്നെ റിസൾട്ട് കിട്ടും. ആയില്ലെങ്കിൽ മാത്രം നാളെ കണ്ടിന്യൂ ചെയ്താൽ മതി. ശരി, താങ്ക്സ് ഡാ. എന്നാ ഞാൻ പൊക്കോട്ടെ. ശരി. പ്രതിഭേ, അനുചേച്ചിയോ? ചേച്ചി എന്താ ഇവിടെ? മോന്റെ മരുന്ന് തീർന്നുപോയി, അത് വാങ്ങിക്കാൻ വന്നതാ. പ്രതിഭ മെഡിസിൻ വാങ്ങിക്കാൻ വന്നതാണോ? അസുഖമൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല ചേച്ചി, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അമ്മയ്ക്ക് തലവേദനയുടെ ഗുളിക വാങ്ങാൻ വന്നതാ. എന്നാ ഞാൻ പോട്ടെ ചേച്ചി, ഇതൊന്ന് വേഗം എത്തിക്കണം. മരുന്നല്ലേ, പെട്ടെന്ന് പോയിക്കോ. ശരി. ഇതിലെ സിറപ്പും 2ാമത്തെ ടാബ്ലറ്റും വേണം. പ്രതിഭ ചേച്ചിക്ക് എങ്ങനെ പരിചയം? ഞങ്ങള് ബന്ധുക്കളാ. എന്റെ ഹസ്ബൻഡിന്റെ അനിയന്റെ ഭാര്യയാണ് പ്രതിഭ. ഓ, ഹസ്ബൻഡിന്റെ വീട്ടുകാര് കുഴപ്പക്കാരല്ലേ? കുഴപ്പക്കാരോ? അതെന്താ അങ്ങനെ പറഞ്ഞത്? ചേച്ചി ആയതുകൊണ്ട് ഞാൻ പറയാം. ഭർത്താവിന്റെ അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി വയറ്റിൽ വളരുന്ന ജീവനെ ഇല്ലാതാക്കാൻ പോവാ പ്രതിഭ. അതെ, ആ മെഡിസിൻ ഒന്ന് വേഗം എടുത്തു തരാം. ഓക്കെ.